എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമയുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും അതുപോലെ തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷയിൽ വന്നിട്ടുള്ള നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു polyadmission.org എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകളൊക്കെ തിരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റുമാണ് നാളെ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കറക്ഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകളാണ് ഉള്ളത് അതൊക്കെ തിരുത്തുക. അതുപോലെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതൊക്കെ വരുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 28 വരെയാണ് അവസരം. അപ്പോൾ അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ ആദ്യ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷയിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ അതിനാണ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ജോയിനിങ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു കോളേജിലെ കോഴ്സ് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ കോളേജിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങൾ ഡോക്യുമെൻ്റൊക്കെ എടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ജോയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ സ്ഥിരപ്രവേശനമാണ് നേടുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നേരിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ ഫീസും സഹിതം പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അതുപോലെ തന്നെ സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വരുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു തവണ മാത്രമാണ് എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. ഒരു തവണ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.